അങ്കമാലിക്കാരുടെ മാങ്ങാക്കറിയൊക്കെ വേറെ ലെവലാണല്ലേ. ഇത് അത്രക്കൊന്നും എത്തിയില്ലെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്ന് ഞാനിവിടെ മാങ്ങ നല്ല പുളിയുള്ള നോക്കിയിട്ട് ഒരെണ്ണം വലുതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. കാണാനൊരു ഭംഗി, കഴിക്കാനൊരു രസം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളതിലേക്ക് ഉലുവയും അതേപോലെ ചെറിയ ജീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിക്കണം. തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാലും എടുത്ത് വെക്കാൻ മറക്കല്ലേ. ഈ 2-ാം പാലാണ് കേട്ടോ മൂപ്പര കിടത്തിയിട്ടൊന്ന് വേവിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിടാൻ മറക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, അടിപൊളി ഐറ്റാണേ. ഈ 1-ാം പാൽ ചേർത്തിട്ടേ പിന്നെ അത് തിളപ്പിക്കൊന്നും വേണ്ടേ, മൂടി വെക്കുക, അത്രേ ഉള്ളൂ.